അജിത് കുമാർ, ക്രിക്കറ്റ് നിരീക്ഷകൻ, മുൻ KCA സെക്രട്ടറി ഇപ്പോൾ ചേരുന്നു. അജിത് കുമാർ, എന്തായാലും വലിയ കാത്തിരുന്ന ഒരു പോരാട്ടമാണ്. നമ്മൾ ഇനി അറിയാനുള്ളത് ടോസ് ആർക്ക് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ 11-ൽ ആരൊക്കെ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 11 വളരെ സക്സസ്ഫുൾ അല്ലെങ്കിൽ 11 ആയിരുന്നു. പക്ഷേ എല്ലാവരും നെറ്റി ചൊളിച്ച കാര്യം അർഷ്ദീപ് സിംഗിന് ടീമിൽ സ്ഥാനമില്ലേ. അതായത് കഴിഞ്ഞ വർഷത്തെ 2020-ലെ മികച്ച താരത്തിനുള്ള ICCയുടെ അവാർഡ് വാങ്ങിയ താരമാണ്. ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ്. അദ്ദേഹത്തിന് ഇനി ഒരൊറ്റ വിക്കറ്റ് മതി 100 വിക്കറ്റ് 2020-ൽ തികയ്ക്കാൻ. അങ്ങനെ ഒരു താരത്തിന് അവസരമില്ല എന്നുള്ളതാണ്. അപ്പോൾ അർഷ്ദീപിന് ഇന്ന് ടീമിൽ അവസരം ഉണ്ടാകുമോ, അതോ അൺചേഞ്ച്ഡ് 11 തന്നെയായിട്ടാണോ ഇന്ത്യ ഇറങ്ങുക? എന്നും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. ഇന്നലെ പക്ഷെ വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് UAE ആയിട്ടുള്ള മത്സരം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം UAE ആയിട്ടുള്ള മത്സരത്തിൽ പ്രത്യേകിച്ചൊരു വിന്നിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ ഒരു വൺ സൈഡഡ് വിക്ടറി ആയിരുന്നു. അപ്പൊ അതായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരു വിന്നിംഗ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാതെ ശരിക്കും നല്ലൊരു ടീമിനെ ഇറക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. കാരണം ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് എന്റെ ഗുണവും. കാരണം ആർഷ്ദീപിന് ടീമിൽ ചാൻസ് എന്തായാലും ഉണ്ട്. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ഒരു ലെഫ്റ്റ് ആം ഓപ്പണിംഗ് ബോളർ വേൾഡ് ക്രിക്കറ്റിൽ വളരെ കുറവാണ്. ലെഫ്റ്റ് ആം ഓപ്പണിംഗ് ബോളേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ ഷൈൻഷാ അഫ്രീദിയും ആർഷ്ദീപ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരും അത്രയും ഒരു ഹൈ ക്ലാസ്സിലില്ല. മാത്രമല്ല 99 വിക്കറ്റ് എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല പാകിസ്ഥാനായിട്ട് എന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ആർഷ്ദീപ്. കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ നമ്മൾ വെറും 6 റൺസ്, താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മ 119 113 പോയി. ബുംറയുടെ റിസ്വാന്റെ വിക്കറ്റ് 84-3 ആയത്, ആ ഒരു 84-4 ആയത്, 84-3 ആയിരുന്നു. മാത്രമല്ല അക്ഷർ പട്ടേൽ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് 57 for 1 ഉള്ളത് 57 for 2 ആയത്. 10 ഓവേഴ്സിൽ 62 റൺസ് മതിയായിരുന്നു അന്ന് പാകിസ്ഥാന്. അക്ഷർ പട്ടേൽ വന്നിട്ടുള്ള എടുത്ത വിക്കറ്റ് താങ്കൾ പറഞ്ഞപ്പോ എന്റെ ഓർമ്മ മുഴുവനും ആ മത്സരത്തിലേക്ക് ഇങ്ങോട്ട് പോയി. പക്ഷെ അത്രയും ഒരു ടൈറ്റ് മത്സരം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്ത്യ സ്റ്റാർട്ട് റിയൽ ഫേവറേറ്റ്സ് ആദ്യമായിട്ടാണ്. ഇന്നും ഞങ്ങൾ പറയാറുണ്ട് ഇന്ത്യ പാക് മത്സരത്തിൽ ഒരു 51-49 ഇറ്റ് ക്യാൻ ഗോ ഈതർ വേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇന്ന് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടാണ്. കാരണം അത്രയും നല്ലൊരു അന്തരമുണ്ട് ടീംസ് തമ്മിൽ. ഇന്നത്തെ ചർച്ചകളെല്ലാം അർഷ്ദീപിനെ ചുറ്റിപ്പറ്റിയാണ്. അർഷ്ദീപ്, ഞാൻ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അർഷ്ദീപ് ടീമിൽ വരുമോ എന്നുള്ളത്. അർഷ്ദീപ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. 3 വിക്കറ്റ് 32 റൺസ്. ആദ്യ പന്തിൽ തന്നെ ബാബർ അസം വന്ന ഔട്ടായി. അതോടുകൂടി ഇന്ത്യ കളിയിലേക്ക് വരുന്ന കാഴ്ച അന്ന് നമ്മൾ കണ്ടതാണ്. അർഷ്ദീപ് ഉണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ അൺചേഞ്ച്ഡ് 11 ആണോ എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു സംശയമുണ്ട്. എന്താണ് താങ്കളുടെ ഒരു സാധ്യതകൾ, ഇന്ത്യൻ ടീമിന്റെ ഒരു മാർജിൻ ഓഫ് വിക്ടറി ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എന്താണ്? ഒരു ഏകപക്ഷീയമായ ജയം, അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും UAE പോലെ അത്ര ഒരു ഈസി മാച്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഇപ്പൊ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 170 180 വരെ എടുക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. കാരണം പാകിസ്ഥാൻ ടോസ് വിൻ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡിംഗ് എലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ ഒരു 170 180 നമുക്ക് എടുക്കാൻ പറ്റിയാൽ, അതെടുക്കാൻ പറ്റുന്നത് നമുക്കൊരു ടീമുണ്ട് എത്തും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അവര് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ UAE പോലെ ഒരു മത്സരമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയും ഡിമോറലൈസ്ഡ് ആണ് പാകിസ്ഥാൻ സൈഡ്. അതൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം റിസ്വാൻ ഇല്ല, ബാബർ ഇല്ല, അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ആരും ആകെ ഫക്കർ സമാൻ മാത്രമേ ഉള്ളൂ ഒരു ശരിക്കൊരു കൺസിസ്റ്റന്റ് ആണ്. സൽമാൻ, അവരുടെ പുതിയ ക്യാപ്റ്റൻ സൽമാൻ അലി ഒരു വലിയൊരു ഫോഴ്സ് ആയിരിക്കും. ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ ഒമാനായിട്ട് ഫസ്റ്റ് ബോളിന് ഔട്ടായ ആളാ ഈ സൽമാൻ. അപ്പൊ അദ്ദേഹം ഒരു ഫോഴ്സ് ആയിരിക്കില്ല. പിന്നെ സൈം യാക്കൂബ് നല്ലൊരു പ്ലെയർ ആണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ 0 ഔട്ടായി. ഫർഹാൻ ഒരു നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹം ഒരു കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നാം കാണുന്നുണ്ട്. ഭാഗ്യത്തിന് മുഹമ്മദ് ഹാരിസ് 3 ചാൻസ് കൊടുത്തിട്ടാണ് 66 റൺ എടുത്തത്. 3 ചാൻസാണ് ഡ്രോപ്പ് ചെയ്തത് മുഹമ്മദ് ഹാരിസിന്റെ. 66 റൺ എടുത്തു എന്നുള്ളത് കൊണ്ടായില്ല. അപ്പൊ എന്ത് വന്നാലും ഇത്രയും വീക്കായ ഒമാൻ സൈഡിനോട് 160 എടുക്കാൻ പറ്റിയില്ല അവർക്ക്. അത് തന്നെ കാണിക്കുന്നു പാകിസ്ഥാന്റെ ടീമിൽ എന്തൊക്കെയോ എന്തായാലും നന്ദി ശ്രീ അജിത് കുമാർ. കാത്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് ഒരു വൺ സൈഡഡ് മാച്ച് ആയാൽ ക്രിക്കറ്റ് ആരാധകർ എന്തായാലും അത് സഹിക്കില്ല. പക്ഷേ പാകിസ്ഥാനെതിരെ ഒരു ആധികാരിക ജയം തന്നെയായിരിക്കും എല്ലാ ഇന്ത്യൻ ആരാധകരും കാത്തിരിക്കുന്നത്.